കഴിഞ്ഞ തവണ നമ്മൾ കദ്രുവിൻ്റെയും വിനതയുടെയും കഥയാണ് പകുതി പറഞ്ഞു നിർത്തിയിട്ടുണ്ട് അല്ലേ. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി കഥ കേൾക്കാം. കദ്രുവിൻ്റെയും വിനതയുടെയും മക്കളാണ് സർപ്പങ്ങളും ഗരുഡനും. അതിൽ കദ്രുവിൻ്റെ ആവശ്യപ്രകാരം ഗരുഡൻ സ്വർഗലോകത്തേക്ക് അമൃത് കൊണ്ടുവരാനായി പോയി എന്ന് വരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ. ഇനി സ്വർഗലോകത്ത് എന്തൊക്കെയാണ് ഈ ഗരുഡൻ്റെ വരവുമായി ബന്ധപ്പെട്ട് കണ്ടതെന്നോ? അവിടെ മേഘമില്ലാതെ, കാർമേഘങ്ങളൊന്നുമില്ലാതെ ഇടിവെട്ടാൻ തുടങ്ങി, ചോരമഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ള പല ദുശ്ശകുനങ്ങളും സ്വർഗത്തിൽ കാണാൻ തുടങ്ങി. സ്വർഗത്തിലാണല്ലോ അമൃതിരിക്കണേ, ദേവേന്ദ്രൻ്റെ കസ്റ്റഡിയിലാണ് അമൃതിരിക്കണത്. അപ്പോൾ സ്വർഗത്തിൽ ഇതുപോലെ ഓരോ ദുശ്ശകുനങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പം ദേവന്മാർക്കൊക്കെ ഭയങ്കര പേടിയായി. എന്തോ ഒരു ആപത്ത് വരാൻ പോണതിൻ്റെ ലക്ഷണമാണ് ഇതൊക്കെ എന്നൊക്കെ അവർക്ക് തോന്നാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ദേവന്മാരുടെ ഗുരുവാണ് വ്യാഴം എന്ന് പറഞ്ഞ ബൃഹസ്പതി. വ്യാഴത്തിൻ്റെ അടുത്ത് ചെന്ന് തങ്ങൾക്ക് കണ്ടല്ലേ ദുർലക്ഷണങ്ങളൊക്കെ ഏതാപത്തിൻ്റെ സൂചനയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുവിനോട് പോയി ചോദിച്ചു. വിനതയുടെയും കശ്യപൻ്റെയും പുത്രനായ ഗരുഡൻ അമൃത് തട്ടിക്കൊണ്ടുപോവാൻ വരുന്നതിൻ്റെ സൂചനയാണ് എന്ന് ദേവഗുരു അങ്ങനെ ധ്യാനത്തിലിരുന്ന് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തു ദേവന്മാർക്ക്. ഗരുഡൻ വരുന്നുണ്ട്, അമൃത് തട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവേന്ദ്രൻ വല്ലാതെ ഭയമായി. ഉടനെ അമൃത് സൂക്ഷിപ്പുകാരോട് ജാഗ്രത ആയിട്ടിരിക്കാൻ പറഞ്ഞു, കൽപ്പിച്ചു. ആയുധധാരികളായ കുറേ ആൾക്കാർ കൂടി കുറേ പേരോടുകൂടി ആയുധമൊക്കെ ആയിട്ട് ആ അമൃതിന് കാവൽ നിൽക്കാനും പറഞ്ഞു ദേവേന്ദ്രൻ. ചട്ടം കെട്ടി. അങ്ങനെ പറന്ന് ഗരുഡൻ സ്വർഗലോകത്ത് എത്തി. ഗരുഡൻ്റെ വരവ് ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ദേവന്മാർക്ക് പേടിച്ച് വിറച്ചു. അവർ ചിറകടിയുടെ ഒച്ച ഇങ്ങനെ കേട്ടപ്പോൾ അവർ കിട്ട് വിറച്ചു അത്രേ. പർവ്വതങ്ങളെപ്പോലും പൊടിയാക്കിക്കൊണ്ടാണ് ഗരുഡൻ്റെ വരവേ. എന്നാലും ദേവന്മാർ തോറ്റു പിൻവാങ്ങിയൊന്നുമില്ല. അവർ ആയുധം ശക്തിയോടെ ഗരുഡൻ്റെ നേരെ ചെന്നു. ആയുധമൊക്കെ ആയിട്ട് ഗരുഡൻ്റെ നേരെ ചെന്നു. ഭയങ്കര യുദ്ധം തന്നെ നടന്നു. ഗരുഡനും ദേവന്മാരുമായിട്ട് ഭയങ്കര യുദ്ധം. ഒടുവിൽ ദേവന്മാർ തോറ്റോടാൻ തുടങ്ങി. അങ്ങനെ ദേവന്മാരെ എല്ലാം ഓടിച്ച് ഗരുഡൻ അമൃതകുംഭം സൂക്ഷിച്ചിരുന്ന സ്ഥലത്തെത്തി. അമൃത് നല്ല ഭദ്രമായിട്ടാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ചുമ്മാ അവിടെ വെച്ചിരിക്കുമെന്നല്ല, 4 ഭാഗത്തും എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ അപ്പുറത്ത് പാറാവുകാരായിട്ട് ഉഗ്രസർപ്പങ്ങൾ, അതിൻ്റെ ഉള്ളിലായിട്ട് എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കണ ഒരു യന്ത്രമുണ്ട് അത്രേ. ഇതൊക്കെ കടന്നിട്ട് വേണം അമൃതിൻ്റെ കുടം സൂക്ഷിച്ച ആ കുടത്തിൻ്റെ അടുത്ത് എത്താൻ. എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും ഈ സുരക്ഷ ഒക്കെ കണ്ടിട്ടും ഗരുഡന് ഒരു പേടിയും നിരാശയൊന്നും തോന്നിയില്ല. ഗരുഡൻ വായു നിറച്ച് നദിയിൽ നിന്ന് ജലം എടുത്ത് കൊണ്ടുവന്നിട്ട് തീ അങ്ങോട്ട് കെടുത്തി. അപ്പോൾ പൊടിപടലം കൊണ്ട് പാമ്പുകളുടെ കണ്ണും അടച്ചു. ചിറകടിച്ച് പൊടിപടലം ഉണ്ടാക്കി. ഇപ്പോൾ ചിറകടിയുടെ ശക്തി കൊണ്ട് യന്ത്രവും മുറിഞ്ഞു. അങ്ങനെ അകത്ത് കടന്ന് അമൃതിൻ്റെ കുടം എടുത്തിട്ട് ഒറ്റ പറക്കൽ അങ്ങോട്ട് പറന്നു. അപ്പോൾ ദേവേന്ദ്രന് ഈ കാഴ്ച നോക്കി നിൽക്കാനേ പറ്റിയുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഗരുഡൻ്റെ അടുത്ത്. അത് കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ വജ്രായുധം ഗരുഡൻ്റെ നേരെ വിട്ടു. ദേവേന്ദ്രൻ്റെ കയ്യിലുണ്ടല്ലോ വജ്രായുധം. ദേവേന്ദ്രനെയും വജ്രായുധത്തിനെയും ഒന്നും എനിക്കൊരു പേടിയില്ല എന്ന് ഗരുഡൻ പറഞ്ഞു ദേവേന്ദ്രനോട്. എന്നാലും വജ്രായുധം ഉണ്ടാക്കാൻ ദേവേന്ദ്രന് നട്ടൽ നൽകിയത് ഒരു മഹർഷിയുണ്ട്. ദധീചി മഹർഷിയാണ്
ദധീചി മഹർഷിയുടെ നട്ടെല്ലെടുത്തിട്ടാണ് ഈ ദേവേന്ദ്രൻ, അതും വൃത്രാസുരനെ കൊല്ലാൻ. ആ ഒരു കഥ ഭാഗവതത്തിലുണ്ട്. വൃത്രാസുരനെ കൊല്ലാൻ വേണ്ടി നാണമില്ലാതെ ദേവേന്ദ്രൻ പോയിട്ട് യാചിച്ചു ദധീചി മഹർഷിയോട്, നട്ടെല്ലൊന്ന് തരുമോന്ന്. നട്ടെല്ല് തരാൻ ദധീചി മഹർഷി ഒരു വിഷമവും ഇല്ലാതെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദധീചി മഹർഷിയുടെ നട്ടെല്ല് കൊണ്ടാണ് വജ്രായുധം ഉണ്ടാക്കിയേക്കണത്. എന്നാൽ ആ ദേവേന്ദ്രനെയും, ഇതിനെ ഒന്നും ഒരു പേടിയൊന്നും ഇല്ലെങ്കിലും ഈ ദേവേന്ദ്രനെയും ആ നട്ടെല്ല് നൽകിയ മഹർഷിയെയും ഒക്കെ ഞാൻ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് ഒരു തൂവൽ കൊടുത്തു. അങ്ങനെ പറഞ്ഞിട്ട് ഒരു തൂവൽ ഇട്ട് കൊടുത്തു ഗരുഡൻ്റെ ചിറകിൽ നിന്ന്. നല്ല വർണ്ണം, നല്ല നല്ല ഭംഗിയുള്ള തൂവലാണ് ഗരുഡൻ്റെ. ഒരു തൂവൽ അവിടെ ഇട്ടിട്ട് അമൃതിൻ്റെ കുടമായിട്ട് സ്ഥലം വിട്ടു. എല്ലാവർക്കും, ദേവന്മാർക്കും ദേവേന്ദ്രനും ദേവന്മാർക്കും ഒക്കെ നോക്കി നിൽക്കാനേ പറ്റിയുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ദേവേന്ദ്രന് മനസ്സിലായി ഗരുഡനോട് ശത്രുത അത്ര നല്ലതല്ല, മിത്രതയാണ് നല്ലത്. അപ്പോൾ ദേവേന്ദ്രന് തോന്നി ഗരുഡനോട് സഖ്യം ചെയ്യാം എന്ന് തോന്നി. അതുകൊണ്ട് ഗരുഡൻ്റെ ആവശ്യപ്രകാരം സർപ്പങ്ങൾ ഗരുഡൻ്റെ ഭക്ഷ്യവസ്തുവായി തീർന്നു. ഗരുഡൻ സർപ്പങ്ങളെ ഭക്ഷിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അമൃത് കൊണ്ടുപോവല്ലേ എന്ന് അപേക്ഷിച്ചു ദേവേന്ദ്രൻ ഗരുഡനോട്. ഗരുഡൻ പറഞ്ഞു, ഇത് എനിക്ക് സ്വന്തമായിട്ട് കൊണ്ടുപോകാനൊന്നും അല്ല, എനിക്കിത് സ്വന്തമായിട്ട് വേണ്ട, എനിക്ക് അമൃതം വേണ്ട. എന്നാൽ ഒരു പ്രത്യേക ആവശ്യത്തിനായി എനിക്ക് ഇപ്പോൾ ഇത് ആവശ്യമുണ്ട്, അത്യാവശ്യമാണ്, അതിനാണ് ഞാനിത് കൊണ്ടുപോണത്. ആവശ്യം കഴിഞ്ഞാൽ ഞാനിത് ഓരോ സ്ഥലത്ത് വയ്ക്കും. അപ്പോൾ അവിടെ വന്ന് ആ നിമിഷത്തിൽ അവിടെ വന്ന് അത് എടുത്തു കൊണ്ട് പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇളവ് കൊടുത്തു. ഞാനിത് കയ്യിൽ നിന്ന് വയ്ക്കുന്ന സമയത്ത് അവിടെ വന്ന് അപ്പം തന്നെ ഈ കുട എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നോളൂ, അത്രയും എനിക്ക് അവിടെ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അമൃത അവിടെ കൊടുത്താൽ മതി. കദ്രുവിന് അമൃത് ഗരുഡൻ ദേവലോകത്തിൽ നിന്ന് അമൃത് കൊണ്ടുവരണം എന്നല്ലേ പറഞ്ഞുള്ളൂ. അത് കൊടുക്കുക, കദ്രുവിനെ കാണിച്ചു കൊടുക്കുക, അവിടെ വയ്ക്കുക, അത്രേ ആവശ്യമുള്ളൂ ഗരുഡന്. അങ്ങനെ അമൃതിൻ്റെ കുടമായിട്ട് ഗരുഡൻ സ്വർഗത്തിൽ നിന്ന് പുറത്ത് കടന്ന് വഴിക്ക് മഹാവിഷ്ണുവിനെ കണ്ടു. ഭഗവാൻ ഗരുഡനെ അഭിനന്ദിച്ചു, അനുഗ്രഹിച്ചു. എന്ത് വരം ആവശ്യപ്പെട്ടാലും കൊടുക്കാം എന്ന് അറിയിച്ചു. ഗരുഡൻ അപ്പോൾ വിഷ്ണുവിൻ്റെ ധ്വജത്തിൽ താമസിക്കാറാവണേ എന്നാണ് അപേക്ഷിച്ചത്. മഹാവിഷ്ണുവിൻ്റെ ധ്വജത്തിലെ അടയാളം, കൊടിയടയാളമാണ് ഗരുഡൻ്റെ അടയാളമാണല്ലോ. മഹാവിഷ്ണുവിൻ്റെ കൊടിയടയാളാണ് ഗരുഡൻ. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു ഗരുഡനോട്, എൻ്റെ വാഹനമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമായി, അതുപോലെ കൊടിയടയാളവുമായി. ഗരുഡനെ കാണുമ്പം സ്തുതിക്കാൻ ഒരു ശ്ലോകമുണ്ട്. കുങ്കുമാങ്കിതവർണ്ണായ കുന്ദേന്ദുധവളാനന വിഷ്ണുവാഹനരൂപായ പക്ഷിരാജായ തേ നമ. ഇത് ഗരുഡനെ കാണുമ്പോൾ നമ്മൾ ഈ സ്തുതി ചൊല്ലണം എന്നാണ് പഴയ ആൾക്കാർ പറയാറ്. അങ്ങനെ അവർ ഗരുഡനും മഹാവിഷ്ണുവും കൂടി അന്യോന്യം അപേക്ഷകൾ സ്വീകരിച്ചു. ഗരുഡൻ അമൃതമായിട്ട് അമ്മയുടെ അടുത്ത് എത്തി. അവിടെ ദർഭയൊക്കെ വിരിച്ച് അമൃത് ദർഭ വിരിച്ചു, ഇലയിട്ട് അതിൻ്റെ മുകളിൽ ദർഭ വിരിച്ചു, അതിൻ്റെ മുകളിൽ അമൃതിൻ്റെ കുടം വെച്ചു. എന്നിട്ട് സർപ്പങ്ങളെയും അവരുടെ അമ്മയായ കദ്രുവിനെയും ഒക്കെ വിളിച്ചു വരുത്തി, ഇതാ അമൃത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ അമ്മയുടെ ദാസ്യം തീർന്നിരിക്കുന്നു എന്ന് നാഗങ്ങളെ കദ്രുവിനെ അറിയിച്ചു.
അപ്പോൾ കതിര് സമ്മതിച്ചു, ഇനി നിൻ്റെ അമ്മ എൻ്റെ ദാസിയല്ല, അത് കഴിഞ്ഞു എന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അമൃത് കഴിക്കണമെങ്കിൽ കുളിച്ച് ശുദ്ധമായിട്ട് വേണം. കുളിച്ച് ശുദ്ധമായിട്ട് വന്നാലേ അമൃത് കഴിക്കാൻ പറ്റുള്ളൂ. ഈ നാഗങ്ങളൊക്കെ കുളിക്കാൻ പോയി. ഈ തക്കം നോക്കി അമൃത അവിടെ വെച്ചിട്ടുണ്ടല്ലോ, ഈ തക്കം നോക്കി ദേവേന്ദ്രൻ വന്നിട്ട് അമൃതിൻ്റെ കുടം എടുത്ത് കൊണ്ടുപോയി ദേവലോകത്തേക്ക് പോയി. സർപ്പങ്ങൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ എന്തായി, അമൃതിൻ്റെ കുടം കാണാനില്ല. സർപ്പങ്ങൾ കുളി കഴിഞ്ഞ് അമൃത് കഴിക്കാമല്ലോ. അപ്പം നമ്മൾ കുഞ്ഞു കുട്ടികളോട് വേഗം കുളിച്ചു നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള പായസം തരാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ വേഗം അവർ നല്ല മിടുക്കന്മാരായിട്ട് പോയി കുളിച്ചു വരും, ഇത് കഴിക്കാമല്ലോ എന്നുള്ള ഒരു ഇതിൽ അല്ലേ. അങ്ങനെ ഈ സർപ്പങ്ങൾ കുട്ടികൾ പോയിട്ട് കുളിച്ചു വന്നപ്പോൾ ഈ അമൃതിൻ്റെ കുടം തന്നെ കാണാനില്ല. അമൃത് പോയിട്ട് അമൃതിന് കുടവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു കുട്ടി കണ്ടു അമൃതിൻ്റെ കുടം വെച്ചിരുന്ന സ്ഥലം, ആ ദർഭപ്പുല്ലിൽ അമൃതിൻ്റെ കുടം വെച്ചിരുന്ന ആ സ്ഥലത്ത് ഒരു ലേശം അമൃത്, ഒരു 2 തുള്ളി അമൃത് ഇങ്ങനെ തുളുമ്പി കിടക്കണുണ്ടായിരുന്നു. അത് ഈ സർപ്പങ്ങൾ നക്കി. ആ അമൃത് വീണ ഭാഗത്ത് ഈ സർപ്പങ്ങളൊക്കെ നക്കിയിത്രേ. അങ്ങനെയാണത്രേ ഈ സർപ്പങ്ങളുടെ നാവ് അങ്ങനെ മുറിഞ്ഞിട്ടാണത്രേ 2ആയി തീർന്നത്. സർപ്പങ്ങളുടെ പാമ്പുകളുടെ നാവിൻ്റെ അറ്റം 2 കാണുന്നത് അല്ലേ. അങ്ങനെ ആ സർപ്പങ്ങളുടെ നാവ് 2ആയി തീർന്നു. അതുപോലെ അമൃതസ്പർശം ഉണ്ടായതോടുകൂടി ഈ ദർഭപ്പുല്ലിന് അശുദ്ധി ഇല്ലാതെയായി. എവിടെ വെച്ചാലും ദർഭപ്പുല്ല് അശുദ്ധാവില്ല എന്നാണ് സങ്കല്പം. അത് ഈ ഗരുഡൻ അമൃത് കൊണ്ടുവച്ചത് ഈ ദർഭപ്പുല്ലിലായതുകൊണ്ടാണ് അമൃതിന് ആ ഒരു പരിശുദ്ധി വന്നത്. എവിടെ ഇരുന്നാലും എത്ര അശുദ്ധിയുള്ള സ്ഥലത്തായാലും ദർഭപ്പുല്ല് അശുദ്ധാവില്ല. ഇപ്പോൾ നമ്മൾ മരിച്ച സ്ഥലത്തൊക്കെ പിണ്ടത്തിന് അങ്ങനെയൊക്കെ ദർഭപ്പുല്ല് എടുക്കാറുണ്ടല്ലോ. അതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് അമ്പലത്തിലേക്ക് നമ്മുടെ പൂജാഗതികൾക്കോ അല്ലെങ്കിൽ എന്താവശ്യമുള്ള ബാക്കി എന്താവശ്യത്തിന് വേണമെങ്കിലും ബാക്കി നമുക്ക് ഉപയോഗിക്കാം എന്നാണ് സങ്കല്പം. അതിനാ പരിശുദ്ധി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഗരുഡൻ സ്വന്തം അമ്മയെ ദാസ്യവൃത്തിയിൽ നിന്ന് മോചിപ്പിച്ചു. അമ്മയും കൂട്ടി കാട്ടിൽ ഒരിടത്ത് പോയിട്ട് സുഖമായിട്ട് താമസിച്ചു. അങ്ങനെയാണ് ഈ കഥ. അതുകൂടാതെ ഈ കദ്രു ഈ കുട്ടികൾ കുളിച്ച് വന്നിട്ട് വിളമ്പാനൊക്കെ റെഡിയായി, കുളിച്ച് വരുമ്പോഴേക്കും അമൃത് വിളമ്പാനൊക്കെ കദ്രു ഇങ്ങനെ റെഡിയായി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ദർഭപ്പുല്ല് വിരിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ കുടം കണ്ടില്ല. ഗരുഡൻ കൊണ്ടുവയ്ക്കണത് കദ്രു കണ്ടതാണ്, പക്ഷെ കുടം കാണാനില്ല. ആകെ വിഷമായി കദ്രുവിന്. അപ്പോൾ കദ്രുവിനിപ്പോൾ ഈ കുട്ടികൾ വന്ന് അമൃത് വേണമെന്ന് പറയുമ്പോൾ അത് വിചാരിച്ചിട്ടാണല്ലോ അവർ കുളിക്കാൻ പോയത്. നമുക്കാണെങ്കിലും തോന്നില്ലേ, ഇനി നമ്മൾ മക്കൾ കുളിച്ച് വരുമ്പോൾ എന്താ നമ്മൾ കൊടുക്കുക എന്നൊരു വിഷമം നമുക്കും തോന്നില്ലേ അങ്ങനെ സംഭവിച്ചാൽ. അതുപോലെ കദ്രുവിനും വിഷമായി. അപ്പോൾ കളിപ്പിച്ചതാണ് എന്ന് തോന്നുകയൊക്കെ ചെയ്തു. എന്നാൽ ഈ കുട്ടികളോട് എന്തെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഇലയൊക്കെ വെച്ച് കുറച്ച് പാല് കൊണ്ടുവന്നു. അതുപോലെ മഞ്ഞപ്പൊടി, ആ മഞ്ഞപ്പൊടി എടുത്തിട്ട് ഈ പാലിൽ കലക്കി അത് വിളമ്പി കൊടുത്തു സർപ്പങ്ങൾക്ക്. അവർ ഈ അമൃത് കണ്ടിട്ടൊന്നുമില്ലല്ലോ, അമൃതെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ വിചാരിച്ചു ഇതാണ് അമൃതെന്ന്. അങ്ങനെ അവരത് സന്തോഷമായിട്ട് കഴിച്ചു. അതിൻ്റെ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ഈ സർപ്പങ്ങൾക്ക് പാലും നൂറും കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ. ആ ഒരു സങ്കല്പമാണ് എന്നാണ് പറയണത്. ഈ കദ്രു കുട്ടികൾക്ക് അമൃതിന് പകരം അവരത് അമൃത് പോലെ കഴിച്ചു. അവർക്ക് അത് അമൃതമല്ല എന്ന് തോന്നിയില്ല. നമുക്കല്ലേ അറിയുള്ളൂ. നമ്മളിപ്പോൾ കുട്ടികൾക്ക് ഇന്ന സാധനമാണ് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ പറയുന്ന സാധനം അല്ലെങ്കിലും അതാണ് എന്ന് കുട്ടികൾക്ക് തോന്നും. നമ്മൾ നുണ പറയില്ല എന്നാണ് അവരുടെ ഒരു സങ്കല്പം.
നമ്മൾ കുട്ടികളെ പറ്റിക്കും അല്ലേ, എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പലയിടത്തും. ഇന്ന സാധനമാണെന്ന് പറഞ്ഞ് കുട്ടികളുടെ വാശി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ അങ്ങനെയൊക്കെ പല വിക്രസുകളും നമ്മൾ ചെയ്യും അല്ലേ. അതുപോലെ കദ്രുവും ചെയ്തു. ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ എല്ലാ കൊല്ലവും ഈ സർപ്പങ്ങൾക്ക് പാലും നൂറും കൊടുക്കണത്, അല്ലെങ്കിൽ വെള്ളരി ഇടൽ എന്നൊക്കെ പറയും. അരി, അതുപോലെ മഞ്ഞപ്പൊടി, പഴം എല്ലാം നേദിക്കും, അതൊക്കെ ചെയ്യും അല്ലേ. അതിപ്പോൾ ഈ ശിവരാത്രിയുടെ മുമ്പാണ് ഈ നാടുകളിലൊക്കെ, ഞങ്ങളുടെ ഈ നാടുകളിലൊക്കെ ഈ ശിവരാത്രിയുടെ മുമ്പായിട്ട് ഈ പാലും നൂറും കൊടുക്കൽ കഴിയണം എല്ലായിടത്തും. സർപ്പത്തിൻ്റെ പ്രതിഷ്ഠ ഉള്ളയിടത്തൊക്കെ ഈ നിവേദ്യം കഴിയണം ശിവരാത്രിയുടെ മുമ്പ്. അങ്ങനെയാണ് സങ്കല്പം. ഇനിയിപ്പോൾ കുംഭമാസം അങ്ങോട്ട് തുടങ്ങിയാൽ ഈ വെള്ളരി നേദ്യം കൊടുക്കാൻ തുടങ്ങും എല്ലാവരും. ഈ ഒരു സങ്കല്പമാണ് അതിൻ്റെ പിന്നിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കഥ അവസാനിക്കുകയാണ്. അടുത്ത കഥയുമായി അടുത്ത ആഴ്ച വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.